ഇന്ന് നമ്മള് രാമായണത്തിലെ ആ സ്വർണമാനിന്റെ കഥയല്ലേ, ഉം. അതും അതിലെ ആ മായ എന്നൊരു ആശയവും അത് ഇന്നത്തെ കാലത്ത് ഇപ്പൊ 2025-ല് എങ്ങനെയാണ് പ്രസക്തമാകുന്നത് എന്ന് നോക്കാം. ഓ, നല്ല വിഷയം. അതെ, സീതയെ മോഹിപ്പിച്ച, രാമനെ വഴിതെറ്റിച്ച ആ മാൻ. നിങ്ങളുടെ കയ്യിലൊരു ലേഖനമുണ്ടല്ലോ, ആധുനിക മായയും സ്വർണമാനും എന്ന് പറയുന്നത്. ഉണ്ട്. അതിൽ പറയുന്ന പോലെ ഈ മാൻ ഇന്നും പല രൂപത്തിൽ നമ്മുടെ ചുറ്റുമുണ്ട്. ചിലപ്പോ ഒരു പുഞ്ചിരിയുടെ രൂപത്തിലാവാം. ശരിയാണ്. അപ്പോൾ ഈ വിഷയത്തിലേക്ക് നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ പോകാം. നിങ്ങൾക്കായി തീർച്ചയായും പോകാം. രാമായണത്തിൽ ആ സ്വർണമാനിനെ പിന്തുടർന്നത് അത് വലിയൊരു ദുരന്തത്തിലേക്കല്ലേ നയിച്ചത്? അതെ അതെ. അതുപോലെ ഇന്നത്തെ കാലത്തും നമ്മൾ ചില മോഹങ്ങളുടെ പിന്നാലെ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഈ ബന്ധങ്ങളുടെ കാര്യത്തിൽ ചില ആകർഷണങ്ങൾ നമ്മളെ വഴിതെറ്റിക്കാൻ സാധ്യതയുണ്ട്. ശരിക്കും ഈ ലേഖനത്തിലെ ഉദാഹരണങ്ങൾ നോക്കുമ്പോൾ അത് വളരെ വ്യക്തമാകും. ആ ലേഖനത്തിലെ ഒരു ഉദാഹരണം ഒരു 23 വയസ്സുള്ള യുവാവിന്റെ കാര്യമാണല്ലേ. അതെ. നല്ല ഭാവിയൊക്കെയുള്ള പയ്യൻ, ഒരു പക്ഷേ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയും ഉണ്ടാവാം. പക്ഷെ പെട്ടെന്നൊരു ദിവസം മറ്റൊരാളുടെ ഒരു പുഞ്ചിരി, അതിലവൻ ആകർഷിക്കപ്പെടുന്നു. ആ പുഞ്ചിരി അവനൊരു സ്വർണ്ണമാനായി മാറുകയാണ്. ശരിയാണ്. ആ ഒരു ചിന്ത വരും, അവളെ കിട്ടിയാൽ മതി, എല്ലാം ശരിയാവും. അതെ. എന്നിട്ട് മറ്റെല്ലാം മറക്കുന്നു. പഠിത്തം, ജോലി, നിലവിലുള്ള ബന്ധങ്ങൾ പോലും എല്ലാം പിന്നോട്ടു പോകും. അവസാനം തിരിച്ചറിയുമ്പോഴേക്കും ചിലപ്പോൾ ആ പുഞ്ചിരി സത്യമായിരുന്നിരിക്കാം. പക്ഷേ അതിനെ ചുറ്റിപ്പറ്റി അവൻ മെനഞ്ഞെടുത്ത കഥകളില്ലേ, ആ പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ, അതൊക്കെ വെറും മായ ആയിരുന്നെന്ന് മനസ്സിലാക്കും. ഇത് ചെറുപ്പക്കാർക്ക് മാത്രം സംഭവിക്കുന്നതല്ലേ? പ്രായമുള്ളവരുടെ കാര്യത്തിലും ഇത് കാണുന്നുണ്ട് എന്ന് ലേഖനം പറയുന്നുണ്ടല്ലോ. തീർച്ചയായും. അതുപോലെ തന്നെ പ്രായം കൂടുമ്പോഴും ഇത് സംഭവിക്കാം. ലേഖനത്തിൽ ആ 42 വയസ്സുള്ള രാജേഷിന്റെ കഥയില്ലേ? ഓർക്കുന്നു. ഭാര്യയും കുട്ടികളുമൊക്കെയുള്ള ഒരാള്. അതെ, നല്ല നിലയിലുള്ള ഒരാള് ഒരു കോൺഫറൻസിൽ വെച്ച് വളരെ ആകർഷണീയതയുള്ള ഒരു യുവതിയെ കാണുന്നു. ഒരു ഇന്റേൺ ആണെന്ന് തോന്നുന്നു. ഓ. അവളുടെ പ്രശംസയിലും സംസാരത്തിലുമൊക്കെ അയാളങ്ങ് വീണു പോവുകയാണ്. എന്നിട്ട് വർഷങ്ങളായുള്ള ദാമ്പത്യം, ഒരുമിച്ച് നേരിട്ട ബുദ്ധിമുട്ടുകൾ, സന്തോഷങ്ങൾ, അതൊക്കെ മറന്നു. ഈ പുതിയ ആകർഷണം, അതായത് ആ പുതിയ സ്വർണമാൻ, അതിനെ പിന്തുടർന്നു. രാമൻ മാനിനെ പിന്തുടർന്ന പോലെ. അതെ. പക്ഷേ രാമൻ അവസാനം ജയിക്കാൻ ലങ്കയുണ്ടായിരുന്നു. ഇവിടെ അതല്ല. ഇവിടെ തകർന്ന കുടുംബബന്ധങ്ങളും ചിലപ്പോ കോടതിയുമൊക്കെയാണ് കാത്തിരുന്നത്. അവസാനം ആ മാനിനെ കിട്ടിയെന്ന് വെക്കുക. അപ്പോഴാണ് അറിയുന്നത് അതിന് സ്വർണ്ണനിറമൊന്നുമില്ല, വെറും ചായം പൂശിയതായിരുന്നു എന്ന്. അത് കഷ്ടം തന്നെ. ഇവിടെ ലേഖനം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഈ ആകർഷണമില്ലേ, അത് പലപ്പോഴും പുറമേയുള്ള ആ വ്യക്തിയോടുള്ളത് മാത്രമല്ല, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നമ്മുടെ ഉള്ളിലെ എന്തോ ഒന്നിനെയാണോ? അതെ, നമ്മുടെ ഉള്ളിലെ എന്തോ ഒരു കുറവ്, ഒരു ശൂന്യത, അല്ലെങ്കിൽ ഒരു അതൃപ്തി, അതിനെയാണ് അത് പ്രതിഫലിപ്പിക്കുന്നത്. അതൊരു പ്രധാന പോയിന്റാണ്. അപ്പോൾ ആ പുറമേയുള്ള ആളേക്കാൾ നമ്മളെ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലേ? എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ഇത്തരം മായകളിൽ വീണുപോകുന്നത്? ലേഖനത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ടോ? പറയുന്നുണ്ട്. ഒരു 3 പ്രധാന കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തൊക്കെയാണവ? ഒന്ന്, നമ്മുടെ ഉള്ളിൽ ഒരു അംഗീകാരം കിട്ടാനുള്ള ആഗ്രഹം, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിന്ന് തോന്നുന്ന ഒരു യുവത്വം, ഒരു ആവേശം, അതിനൊക്കെയുള്ള ഒരു ദാഹം. അതാണ് ഈ ആകർഷണത്തിന് പിന്നിൽ പലപ്പോഴും. ഓക്കെ. രണ്ടാമതോ? 2, ഈ സിനിമകളും സോഷ്യൽ മീഡിയയൊക്കെ ഇല്ലേ, അവ എപ്പോഴും പുതിയ ബന്ധങ്ങളിലെ ആ ഒരു ത്രില്ല്, ആ ഒരു ഹരം, അത് ഭയങ്കരമായി ആഘോഷിക്കും. ശരിയാണ്. പക്ഷേ നിലവിലുള്ള ദീർഘകാല ബന്ധങ്ങളിലെ ദൈനംദിന യാഥാർത്ഥ്യങ്ങൾ, അതിലെ പ്രയാസങ്ങൾ, വിട്ടുവീഴ്ചകൾ, അതൊന്നും അധികം കാണിക്കില്ല. മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമതായിട്ട് പെട്ടെന്ന് തോന്നുന്ന ഒരു ആകർഷണം, ആ ഒരു എന്താ പറയുക, കെമിസ്ട്രി, ആ ഒരു ആദ്യത്തെ തീപ്പൊരി, അതിനെ യഥാർത്ഥ പൊരുത്തം, അതായത് കമ്പാറ്റിബിലിറ്റി, ദീർഘകാലം ഒരുമിച്ച് പോകാനുള്ള ആ ചേർച്ച, അതുമായിട്ട് തെറ്റിദ്ധരിക്കുന്നു. ഓ, അപ്പൊ കെമിസ്ട്രി വേറെ, കമ്പാറ്റിബിലിറ്റി വേറെ. ആ ആദ്യത്തെ തീപ്പൊരിയെ ഒരുപാട് കാലം നിലനിൽക്കുന്ന ആ ഒരു ഊഷ്മളതയായിട്ട് തെറ്റിദ്ധരിക്കുന്നു, അല്ലേ? കൃത്യമായി. ദീർഘകാല ബന്ധങ്ങളെന്ന് പറയുന്നത് അങ്ങനത്തെ മിന്നായം പോലെയുള്ള തീപ്പൊരികളല്ല. അത് കാലത്തെ അതിജീവിക്കുന്ന ഒരുതരം തീയാണ്. രാമന്റെ കഥയിലേക്ക് തിരിച്ചുപോയാൽ? അതെ. അവിടെ താൻ പിന്തുടർന്നത് മായയായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോ രാമൻ മറ്റാരെയും പഴിച്ചില്ല, അതിന്റെ ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്തു. ശരിയാണ്. അതുപോലെ നമ്മളും ഇത്തരം സാഹചര്യങ്ങളിൽ സ്വയം ചില ചോദ്യങ്ങൾ ചോദിക്കണം. നേരത്തെ പറഞ്ഞ 23കാരനില്ലേ,
അവൻ ചോദിക്കേണ്ടിയിരുന്നത് എന്താണ്? ഈ പുതിയ ആകർഷണം ഇത് എന്റെ വളർച്ചയ്ക്ക്, എന്റെ ലക്ഷ്യങ്ങൾക്ക് നല്ലതാണോ, അതോ എന്റെ ശ്രദ്ധ തെറ്റിക്കുന്ന ഒന്നാണോ എന്നായിരുന്നു. ആ 42 വയസ്സുകാരൻ രാജേഷോ? രാജേഷ് ചോദിക്കേണ്ടിയിരുന്നത്, ഞാൻ ശരിക്കും എന്തിൽ നിന്നാണ് ഒഴിച്ചോടാൻ ശ്രമിക്കുന്നത്? എന്റെ ദാമ്പത്യത്തിൽ നിന്നാണോ, അതോ എന്റെ ഉള്ളിലെ തന്നെ എന്തെങ്കിലും അതിർത്തിയിൽ നിന്നാണോ എന്നൊക്കെയാണ്. അപ്പോ സ്വയം ഒരു പരിശോധന ആവശ്യമാണല്ലേ? തീർച്ചയായും. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ബന്ധങ്ങൾ നമ്മളെ ബന്ധിക്കുന്ന തടവറകളല്ല, എന്നാൽ അവ വെറും കളിക്കളങ്ങളുമല്ല. ശരിയാണ്. മറ്റൊരാളെ പഴിക്കുന്നതിനു മുൻപ് സ്വയം ഉള്ളിലേക്ക് നോക്കാൻ തന്നെയാണ് ലേഖനം പറയുന്നത്. എല്ലാ കാലത്തും ഇത്തരം മായകളുണ്ടാകും, അല്ലേ? സ്വർണമാൽ ആകർഷകമായ രൂപത്തിൽ വീണ്ടും വരും. അവിടെയാണ് വിവേകം വേണ്ടത്. സൗന്ദര്യത്തെയോ ആകർഷണത്തെയോ ഒക്കെ പൂർണ്ണമായിട്ട് തള്ളിക്കളയണം എന്നല്ല പറയുന്നത്. പിന്നെയോ? എല്ലാം നഷ്ടപ്പെടുന്നതിനു മുൻപ് ആ മായയെ തിരിച്ചറിയുക. അതാണ് പക്വത. വളരെ ശരിയാണ്. നിങ്ങളുടെയൊക്കെ പുഞ്ചിരി മറ്റുള്ളവരുടെ ജീവിതങ്ങളെ തകർക്കാൻ കാരണമാകാതെ അത് കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്ന ഒന്നായി മാറട്ടെ എന്ന് നമുക്ക് ആശിക്കാം. തീർച്ചയായും. നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കേവലം ക്ഷണികമായ സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഓട്ടമാകരുത്. അതൊരു അർത്ഥവത്തായ ഉദ്ദേശ്യങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയാകട്ടെ. എപ്പോഴും ഓർക്കുക, മിന്നുന്നതെല്ലാം പൊന്നല്ല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഓർമ്മപ്പെടുത്തലാണ്. ചിലപ്പോൾ ഈ ആകർഷണങ്ങളൊക്കെ ജീവിതം നമുക്ക് തരുന്ന ഒരു പരീക്ഷണം മാത്രമായിരിക്കും. നമ്മൾ എത്രത്തോളം വിവേകിയായി എന്നളക്കാനുള്ളൊരവസരം. അതെ. അപ്പോ നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു സ്വർണ്ണമാനിനെ പിന്തുടരുകയാണോ എന്നൊരു നിമിഷം ഒന്ന് ആലോചിച്ചു നോക്കുന്നത് ഒരുപക്ഷെ നല്ലതായിരിക്കും. ആ ചിന്ത നിങ്ങൾക്ക് വിടുന്നു.